നമസ്കാരം. അപ്പോൾ എല്ലാവരും 10ാം ക്ലാസ് CBSE ബോർഡ് എക്സാമെല്ലാം അടുത്ത് കഴിഞ്ഞ് 10ാം ക്ലാസ് ബോർഡ് എക്സാമിനൊക്കെ പറയുമ്പോഴത്തേനും ഇനി ഒരു 10-15 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ആ എക്സാമിന് എഴുതാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ടിപ്സ് ഉണ്ട്. എക്സാം എങ്ങനെ എഴുതണം, എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും ഏറ്റവും കൂടുതലുള്ളവർ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ്, അതിന് എന്തൊക്കെയാണ് സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് മിസ്സുമാരെല്ലാം നമുക്ക് പറഞ്ഞു തരും. എന്നാലും നമ്മൾ ബോർഡ് എക്സാം എഴുതാൻ പോകുമ്പോഴത്തേനും ഇപ്പോൾ 10:30 മണി തൊട്ട് 1:30 മണി വരെ ആയിരിക്കും ബോർഡ് എക്സാം. അപ്പോൾ ഈ ബോർഡ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1:30 മണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ആ സെൻറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാം സെൻറ്റർ നമ്മളെ സ്കൂളായിരിക്കില്ല, നമ്മളെ സെൻറ്റർ വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും നമുക്ക് സെൻറ്ററായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1:30 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആ സ്കൂളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറക്കുക, കാരണം ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരു 1:30 മണിക്കൂർ മുമ്പെങ്കിലും എക്സാം സെൻറ്ററിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. 10:30 നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 10:30 മണിക്കാണ് എക്സാം ആണെങ്കിൽ നിങ്ങൾ 9:30 മണിക്ക് ഹാളിൽ പ്രസന്റ് ആയിരിക്കണം. 9:30 മണിക്ക് ഹാളിൽ നിങ്ങൾക്ക് എൻട്രി പെർമിഷൻ കിട്ടും. ഈ 9:30 മണിക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ തരും. നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുക, നിങ്ങളിപ്പോൾ പേര് ഫില്ല് ചെയ്യുക, അതിൻ്റെ കുറച്ച് റോൾ നമ്പർ എഴുതുക, നിങ്ങളതിൽ നിന്ന് കുറച്ച് സൈൻ വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ പോകുമ്പോഴത്തേനും മെയിനായിട്ട് അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് പോകും. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് പോകേണ്ടത് കമ്പൾസറിയാണ്. അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിനകത്തോട്ട് പെർമിഷനേ ഇല്ല. അതുകൊണ്ട് ആരും മറക്കരുത്, അഡ്മിറ്റ് കാർഡാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് പോവുക. പിന്നെ നിങ്ങൾ ട്രാൻസ്പാരൻറ്റ് പാഡായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ട്രാൻസ്പാരൻറ്റ് പാഡ് എടുത്തിട്ട് പോവുക. അതേപോലെ ട്രാൻസ്പാരൻറ്റ് പൗച്ച് എടുത്തിട്ട് പോവുക. അതുപോലെ വെള്ളം ആവശ്യമാണെങ്കിൽ ട്രാൻസ്പാരൻറ്റ് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോവുക. വെള്ളം നമുക്ക് എക്സാം എഴുതുന്ന ടൈമിൽ വെള്ളം അവരെ പ്രൊവൈഡ് ചെയ്യും. വെള്ളം വേണമെന്നൊക്കെ ഇടയ്ക്ക് വന്ന് ചോദിക്കും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അഥവാ വെള്ളം വേണമെങ്കിൽ അതും ട്രാൻസ്പാരൻറ്റ് ബോട്ടിലായിരിക്കും എടുത്തുകൊണ്ട് പോകേണ്ടത്. പിന്നെ ഈ ട്രാൻസ്പാരൻറ്റ് പാഡ് പൗച്ചൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പെന്ന് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബോൾ പോയിന്റ്, മോസ്റ്റ്ലി ബ്ലൂ കളർ ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ വേണ്ടി പറയുക. ബ്ലൂ കളർ ബോൾ പോയിന്റ് പെന്ന് യൂസ് ചെയ്യുക. ജെൽ പെന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഈ ബ്ലൂ കളർ പെന്ന് തന്നെ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പെന്നിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. ഒരു 20 രൂപ 30 രൂപയുടെ പെന്ന്, രണ്ടും ഒരേ സെയിം ബ്രാൻഡ് പെന്നായിരിക്കണം കൊണ്ടുപോകുന്നത്. 2 പെന്ന് കൊണ്ടുപോകുക. ഒരു പെൻസില്, ഷാർപ്നർ, എറേസർ, സ്കെയില്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങളുടെ പൗച്ചിൽ റെഡിയാക്കി വെക്കുക. ഇനി അവിടെ ചെന്ന് കിടന്നിട്ട് അടുത്തിരിക്കുന്ന ആളിൻ്റെ നിന്ന് പെന്ന് വാങ്ങിക്കുക, അടുത്തിരിക്കുന്ന ആളിൻ്റെ നിന്ന് പെൻസിൽ വാങ്ങിക്കുക. ആ ഒരു പ്രോസസ്സ് എല്ലാം നല്ലതല്ല. അത് സമയം പൊയ്ക്കൊണ്ടിരിക്കും. അവർ നമുക്ക് സമയത്തിന് തരയില്ല, നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റുകയില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്കൊരു ഡിജിറ്റ് നമ്പർ തരും. നിങ്ങളുടെ പേരൊന്നും എഴുതാൻ പാടില്ല. ആ പേപ്പറിൻ്റെ ഒരിടത്തും നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്കൊരു ഹോൾ ടിക്കറ്റ് നമ്പർ തരും. ഒരു 8 ഡിജിറ്റ് 9 ഡിജിറ്റ് നമ്പർ തരും. ആ നമ്പർ വേണം നിങ്ങൾ എല്ലായിടത്തും എഴുതേണ്ടത്. നമ്പർ എഴുതുമ്പോഴത്തേനും ഓരോ നമ്പറും നോക്കി കറക്റ്റായിട്ട് എഴുതുക. ഒരു നമ്പർ പോലും തെറ്റാൻ പാടില്ല, ഒരു നമ്പർ പോലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. കറക്റ്റായിട്ട് നമ്പർ എഴുതുക. ആ നമ്പർ വേർഡ്സിലും എഴുതാൻ ശ്രമിക്കുക, ലെറ്റേഴ്സിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ശരിയാ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, ആ ഒരു റീസൺസ് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്തിട്ട് കറക്റ്റ് ടൈം നോക്കി, ഈ ഒരു സെക്ഷൻ ഇത്ര ടൈം, ഈ ഒരു സെക്ഷൻ ഇത്ര ടൈം, അങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇത്ര 10 നിമിഷം മുമ്പ് നിങ്ങൾ എഴുതി ഫിനിഷ് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഒരു 10 നിമിഷം നിങ്ങൾ അത് പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയോ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായി എഴുതിയിട്ടുണ്ടോ, സെക്ഷൻ നമ്പർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ, അതിനൊക്കെ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുക. ലാസ്റ്റ് നിമിഷം ലാസ്റ്റ് നിമിഷം നമുക്ക് എഴുതാൻ പറ്റൂല. നമുക്കൊന്നും മൈൻഡിൽ വരാനുള്ള സാധ്യതയില്ല, മറന്നുപോകും. അതുകൊണ്ട് മാക്സിമം അറിയാമെന്നുള്ളതെല്ലാം ഫസ്റ്റ് നമ്പർ കറക്റ്റായിട്ട് ഇട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പേപ്പർ നീറ്റായിരിക്കണം. ചുമ്മാ ആവശ്യമില്ലാതെ വെട്ടുക, കട്ടിങ്സ് അതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. പേപ്പർ നീറ്റായിരിക്കണം. നീറ്റാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും.